അസ്സലാമലൈക്കും. ഞാനാണെങ്കിൽ ഇന്ന് ബ്യൂട്ടി പാർലർ വരെ പോവാണ്. പക്ഷെ ബ്യൂട്ടീഷ്യൻ മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട്, കോലമുണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോ സൺസ്ക്രീം അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് മൈദാമാവ് കുഴക്കുന്ന പോലെ എന്റെ കയ്യിൽ കുറച്ച് സൺസ്ക്രീം വന്നു. ഇനിയിപ്പോ എന്നെ കൊണ്ടുപോയി ബണ്ണിന്റെ നടുക്ക് വെക്കാം. ആ അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ ഉള്ളത്. ചത്താലും ചമ്മഞ്ഞ് കിടക്കണം എന്നുള്ള ആ ചൊല്ല് പോലെ കുളിച്ചില്ലേലും സ്പ്രേ അടിച്ച് നടക്കണം എന്നാണ് നമ്മുടെ നിയമം. അങ്ങനെ നമ്മൾ ബ്യൂട്ടീഷ്യൻ കടയിൽ എത്തിയിട്ടുണ്ട്. വേറെ ആർക്കും എന്റെ താത്തായ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അതെന്തായാലും വർഷങ്ങളും മാസങ്ങളും എടുക്കും അതൊക്കെ കഴിഞ്ഞു വരെ. അപ്പൊ ഈ സൺസ്ക്രീം മുതലാക്കാൻ വേണ്ടി നമ്മളൊന്ന് വെയിലത്തിറങ്ങി. ഞാനാണെങ്കിൽ എന്റെ പഴയ സ്കൂളിന്റെ അവിടെ പോയി കുട്ടികൾ കളിക്കുന്നത് കണ്ട്. ഇതാണ് ഞാൻ 10 വരെ പഠിച്ച എന്റെ സുന്ദരവും സുശീലവുമായ എന്റെ സ്കൂള്. തിരുപ്പുകളെ പറ്റി ജിബ്രാൻ പറഞ്ഞത് എന്താണെന്നറിയോ? അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ആള് വന്നിട്ടുണ്ട്. ഇവിടെ ഫുള്ള് കല്യാണ തിരക്കിലാണ്. ആരും പേടിക്കണ്ട, എന്റെ കല്യാണമൊന്നല്ല, എന്റെ താത്താടെ കല്യാണമാണ്. അപ്പൊ നമ്മൾ അതിനു വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. പിന്നെ നമ്മളുള്ളപ്പോ ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പെയിന്റും ബ്രഷും വീട്ടിലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ തന്നെയാണ് പെയിന്റ് അടിക്കുന്നത്. അങ്ങനെ പെയിന്റ് അടിച്ചതിന് ശേഷം നമ്മളത് കഴിഞ്ഞിട്ട് ജനൽ ക്ലീൻ ആക്കുകയാണ്. ഈ ജനലൊക്കെ ഇങ്ങനെ ടർപ്പനിട്ട് നമ്മൾ ക്ലീൻ ചെയ്താൽ നല്ല വൃത്തിക്കിരിക്കും. ഈ കാണുന്ന വണ്ടിയും തിരക്കും കല്യാണവും മരിപ്പോ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം സുരേഷ് ഗോപിയുടെ സിനിമേന്റെ ഷൂട്ടിംഗ് ആണ്. ഇതാണ് പൂച്ചക്കൽ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ ഒരു പഴയ ബംഗ്ലാവ് ഉണ്ട്, അവിടാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. അങ്ങനെ പോയപ്പോഴാണ് ഞാൻ ഒരു മുതലിനെ കണ്ടത്. ഇതാണ് എന്റെ ഹോം ടൗൺ ആയ കൂട്ടിക്കൽ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തപ്പോ എന്റെ ബിഗ് ഫാൻ ആയ എന്റെ ഫാൻ കറങ്ങുന്നില്ല. പക്ഷെ നമുക്കുണ്ടോ പേടി? നമ്മളെ സുഖമായിട്ട് കിടത്തി ഓർക്കാൻ വേണ്ടി നമ്മുടെ ഉഷമോളുണ്ട്. അങ്ങനെ നമ്മുടെ ഉമ്മ ആണെങ്കിൽ നമുക്ക് കൊണ്ടുവന്നിട്ട് നല്ലൊരു കടുങ്കാപ്പി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ DTDCയിൽ കൊറിയർ വാങ്ങാൻ പോയി. അല്ലാണ്ട് പച്ചക്കറി വാങ്ങാൻ പറ്റൂലല്ലോ. ഓ സൂപ്പർ വാവ പറഞ്ഞ കോമഡി നമ്മൾ പറഞ്ഞ ചളി. ഈ DTDC മുഴുവൻ എനിക്ക് കൊണ്ടുപോകാനുള്ളതെന്ന് തോന്നുന്നു. അമ്മാതിരി കൊറിയറാണ് എന്റെ കയ്യിൽ ഫുള്ള് ഉള്ളത്. അത് കഴിഞ്ഞ് നോക്കിയപ്പോ ആണ് ഒരു സ്വാലിയത്തായ പെണ്ണിന്റെ തല അവിടെ വെട്ടിവെച്ചേക്കുന്നത്. നമ്മുടെ കേരളത്തിൽ എന്താണ് നടക്കുന്നത്? നമുക്കാണെങ്കിൽ ഇന്നൊരു അതിഥീനെ കിട്ടിയിട്ടുണ്ട്. നമുക്കാണെങ്കിൽ വാവാ സുരേഷിനെ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല, ഈ ഞാൻ തന്നെ മതി ഇതിനൊക്കെ കൊല്ലാൻ. അങ്ങനെ നമ്മുടെ പാമ്പ് മച്ചാന്റെ കബറടക്കം കഴിഞ്ഞു. അപ്പൊ എല്ലാരും ദുആ ചെയ്യുക. അപ്പൊ വലൈക്കും സലാം.